എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന മൂന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസാണ് മൗഗ്ലി. ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്, സർക്കിൾ ദ നെയിംസ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. തന്നിരിക്കുന്ന ആനിമൽസിൻ്റെ പേരുകൾ ലയൺ, ഡോഗ്, മങ്കി, ടൈഗർ, കൗ, ഡോങ്കി, ജിറാഫ്, ഗോട്ട്, സീബ്ര, ക്യാറ്റ്, വൂൾഫ്, എലിഫൻറ്റ്, ബഫലോ, ഷീപ്പ്, ലെപ്പേർഡ്, ബെയർ. ഇതിൽ ഡൊമസ്റ്റിക് ആനിമൽസ് ഏതൊക്കെയാണ്? വീട്ടിൽ വളർത്തുന്ന ജീവികൾ: ഡോഗ്, കൗ, ഡോങ്കി, ഗോട്ട്, ക്യാറ്റ്, ബഫലോ, ഷീപ്പ്. ഇത്രയും ആനിമൽസിനെ നമുക്ക് വീട്ടിൽ വളർത്താം അല്ലേ? ഇതൊക്കെ ഡൊമസ്റ്റിക് ആനിമൽസാണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇതായിരുന്നു, മേക്ക് റിഡിൽസ് അബൌട്ട് ആനിമൽസ്. 3 ആനിമൽസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവയെക്കുറിച്ച് കടങ്കഥകൾ ഉണ്ടാക്കണം. ആദ്യത്തെ ആളാരാണ്? ജിറാഫ്. ജിറാഫിനെ കുറിച്ച് നമുക്കൊരു റിഡിൽ ഉണ്ടാക്കിയാലോ? ഐ ആം ടോൾ, മൈ ബോഡി ഈസ് ബ്രൗൺ വിത്ത് സ്പോട്ട്സ്. എനിക്ക് നീളമുണ്ട്, എൻ്റെ ശരീരമാകെ ബ്രൗൺ കളറാണ്, അതിനകത്ത് എന്തുണ്ട്? ചെറിയ വട്ടങ്ങളുണ്ട്. ഐ ഹാവ് ഗോട്ട് എ ലോങ് നെക്ക്, എനിക്ക് നീളമുള്ള കഴുത്തുണ്ട്. ഐ ഹാവ് ഗോട്ട് സ്മോൾ ഇയേഴ്സ്, എനിക്ക് ചെറിയ ചെവികളാണ്. ഐ ഈറ്റ് ലീവ്സ്, ഞാൻ ഇലകളാണ് കഴിക്കുന്നത്. ആരാണ്? പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അടുത്താരാണ്? ഡോങ്കി അല്ലേ? ഐ ക്യാരി ലോഡ്സ്, ഞാൻ ഭാരം ചുമക്കുന്നു. ഐ എം ഫ്രം ദ ഹോഴ്സ് ഫാമിലി, ഞാൻ കുതിരയുടെ വർഗത്തിൽപ്പെട്ടതാണ്, കുതിരയുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. ഐ ബ്രേ, കഴുത എങ്ങനെ കരയുക? ബ്രേ. ഐ എം എ ഡോങ്കി, ഞാനൊരു കഴുതയാണ്. അടുത്ത് നോക്കിയേ, ഡോഗ്. ഐ വാഗ് മൈ ടെയിൽ, ഞാൻ വാലാട്ടാറുണ്ട്. ഐ ഗാർഡ് യുവർ ഹൗസ്, ഞാൻ നിങ്ങളുടെ വീട് സൂക്ഷിക്കുന്നു, വീട് കാവൽക്കാരനാണ്. ഐ ബാർക്ക് അറ്റ് സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരുടെ നേരെ ഞാൻ കുരയ്ക്കാറുണ്ട്. ഐ എം എ ഡോഗ്. അടുത്തത്, റീഡ് ദ പാസേജ്. എ സർപ്രൈസ്. എ സർപ്രൈസ് എന്ന് പറയുന്ന പാസേജ് നമുക്ക് വായിക്കണം. എ സർപ്രൈസ്. ഇറ്റ്സ് എ മാൻ കബ്, സെഡ് എ കബ്. It has no tail, said the second cub. There is no hair on its body, said the third. Hey, shall we take it home? The cubs asked their mother. Why not? Take him with you, said the mother wolf. The baby grew up with the cubs. They called him Mowgli. Now he is a young boy. The wolves love him very much. He loves them too. ഇതായിരുന്നു എ സർപ്രൈസ് എന്ന് പറയുന്ന പോർഷൻ. ആ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കും ആ ചെന്നായുടെ കുട്ടികൾ എന്ത് പറഞ്ഞു? അതൊരു മനുഷ്യക്കുഞ്ഞാണ്. രണ്ടാമത്തെ ചെന്നായ്ക്കുട്ടി എന്ത് പറഞ്ഞു? അതിന് വാലില്ല. ഇറ്റ് ഹാസ് നോ ടെയിൽ. ദർ ഇസ് നോ ഹെയർ ഓൺ ഇറ്റ്സ് ബോഡി, സെഡ് ദ തേർഡ്. മൂന്നാമത്തെ കുഞ്ഞ് എന്ത് പറഞ്ഞു? അവൻ്റെ ശരീരത്തിൽ രോമങ്ങളില്ല. അപ്പം 3 കുഞ്ഞുങ്ങളും കൂടെ അമ്മയോട് അനുവാദം ചോദിക്കുകയാണ്. ഹേയ്, ഷാൽ വി ടേക്ക് ഇറ്റ് ഹോം? നമുക്കിവനെ വീട്ടിൽ കൊണ്ടുപോയാലോ? വൈ നോട്ട്? ടേക്ക് ഹിം വിത്ത് യു, മദർ സെഡ് ദ മദർ വൂൾ. അമ്മ ചെന്നാൽ എന്ത് പറഞ്ഞു? അതിനെന്താ, നമുക്ക് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ദ ബേബി ഗ്രൂ അപ്പ് വിത്ത് ദ കബ്സ്. ആ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ആ മനുഷ്യക്കുട്ടിയും വളർന്നു. ദേ കോൾഡ് ഹിം മൗഗ്ലി. അവരതിനെ മൗഗ്ലി എന്ന പേര് വിളിച്ചു. Now he is a young boy. ഇപ്പോൾ the wolves love him very much. ആ ചെന്നായ്ക്കൾ എന്താ, അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. He loves them too. അവർക്കും അവനെ വളരെയധികം ഇഷ്ടമാണ്. ഇതായിരുന്നു അതിൻ്റെ മീനിങ്. അടുത്ത ആക്ടിവിറ്റി എന്താണ്? റൈറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇതുവരെ നമ്മൾ പഠിച്ച കഥ നിങ്ങളുടെ സ്വന്തം വാക്യങ്ങളിൽ എഴുതുക. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? One day, a panther named Bagheera was walking through the forest. He saw a baby in a boat. He took the baby to a wolf. The wolf's cubs liked the baby very much. They decided to take him to their home. The baby grew up with the cubs.
He was named as Mowgli. The wolves loved him very much. He loved them too. ഇത്രയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. കൂടുതൽ ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.